ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ ഈ ഒരു അടിപൊളി ഹെയർ ബാൻഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ഹെയർ ബാൻഡും അതിലേക്ക് മാച്ചായിട്ടുള്ളൊരു ലിറ്റർ ഫോം ഷീറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കോമ്പസിൽ 2.5 സെൻറ്റിമീറ്റർ നീളത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഫോം ഷീറ്റിൽ 6 എണ്ണം ഇതുപോലെ റൗണ്ടാക്കി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിനെ ഫ്ലവറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ ഇതുപോലെ പകുതിയാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ഇതിൻ്റെ ബാക്കി ഭാഗത്ത് 2 പ്രാവശ്യം കൂടി കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6 ഭാഗങ്ങളായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു കർവ്ഡ് ഷേപ്പാക്കി എടുക്കാം. നമുക്കിതിനെ ഒരു ഫ്ലവർ ആക്കുമ്പോൾ ഒരു പെറ്റലാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വളച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗവും ഇതുപോലെ ഒന്ന് കർവ്ഡാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതുപോലെ നമുക്ക് 6 എണ്ണവും ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു അയൺ ബോക്സ് ചൂടാക്കിയിട്ട് അതിൽ ഈ ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലവറിനെ ഒന്നും കൂടി കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ 6 എണ്ണവും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പോളൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബെഞ്ചിൽ നിന്ന് ഇതുപോലെ 3 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പിലുള്ള ഈ ഭാഗം നമ്മൾ ഒഴിവാക്കി കളയുന്നുണ്ട്. ഇനി നമ്മളൊരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പോളനെ ഈ ഒരു രീതിയിൽ കോർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിനെ നമ്മൾ ടൈറ്റാക്കിയിട്ട് ഇതുപോലെ മുകളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ 3 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പോളനെ ഈ ഒരു ഫ്ലവറിൽ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പെറ്റലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഓരോ ഇതളിനെയും അതിൻ്റെ തൊട്ടടുത്ത ഇതളിലേക്കായിട്ടാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് ഇത് കുറച്ച് ചെറുതായിട്ട് കിട്ടിയാൽ മതി ഈ ഒരു ഫ്ലവർ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇതളിലേക്ക് ഏകദേശം പകുതിയാക്കിയിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ താഴെയുള്ള ആ ഒരു പോളൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫ്ലവർ എടുക്കുന്നുണ്ട്. അതിലിതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓരോ പെറ്റലിലും ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം. ഓരോ ഇതളിനെയും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇതളിലേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഓരോ ഇതളിൻ്റെയും ഒരു ഭാഗത്ത് മാത്രമാണ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഗ്ലൂ ആക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ഗ്ലൂ ആക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൂടുതലായി പോയിട്ട് അതൊരു ബോറായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എല്ലാ ഇതളുകളും ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ 3 ഫ്ലവറും ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതുപോലുള്ള സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് എടുക്കാം. സാറ്റിൻ കവേർഡ് ഇല്ലെങ്കിൽ മെറ്റൽ ഹെയർ ബോയിൽ
സാറ്റൻ റിബൺ ചുറ്റിയാലും മതി കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊക്കെ കണ്ടു നോക്കാം. ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് മാറിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം ഓരോ ഫ്ലവറായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ക്യാൻവാസ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. പേപ്പർ ക്യാൻവാസ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും താഴെ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ 3 ഫ്ലവറിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.